ADGP MR അജിത് കുമാറിനെ ഉടൻ സസ്പെൻഡ് ചെയ്തേക്കില്ല. വകുപ്പുതല അന്വേഷണത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് കടന്നേക്കുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. SITയുടെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി തിങ്കളാഴ്ച ആഭ്യന്തരമന്ത്രിക്ക് കൈമാറിയേക്കും. അജിത് കുമാറിൽ നിന്ന് അതിനു മുൻപ് വിശദീകരണം തേടാനും സാധ്യതയുണ്ട്. വകുപ്പുതല അന്വേഷണം ഉണ്ടായാലും DGP ആയുള്ള അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തെ ബാധിക്കുമെന്നാണ് സർക്കാർ കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നത്. VV വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധിയായിരിക്കുന്ന പരസ്യമായ അഭിപ്രായങ്ങൾ വന്ന ഒരു സംഗതിയാണ്. ഇതിൽ ഒരു വലിയ പരീക്ഷണത്തിന് സതീശൻ തയ്യാറാകുമോ? രഞ്ജിത്ത്, വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. അജിത് കുമാറിനെ UDF സർക്കാർ സംരക്ഷിക്കുന്നു എന്ന പ്രതീതി അത് UDFിനുള്ളിൽ നിന്ന് തന്നെ വരുന്നു. യുവജന സംഘടന KSU ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരികയാണ്. അവിടെയാണ് അജിത് കുമാറിനെതിരെയുള്ള നടപടി. അത് KSU നേതാക്കളെ, നേരത്തെ യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ നവകേരള യാത്രയുടെ ഭാഗമായി ആലപ്പുഴയിൽ മർദ്ദിച്ച സംഭവം, അതിൽ എന്ത് നടപടിയിലേക്ക് സർക്കാർ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായുള്ളത്. കേന്ദ്രത്തിന് സംസ്ഥാനം പുതിയ DGPമാരുടെ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ളവരുടെ പട്ടിക നൽകേണ്ട സമയമായിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിൽ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടപടി വൈകിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ ആരോപണം. അവിടെ ഈ സംഘപരിവാർ താല്പര്യം UDF സർക്കാരും വലിയ തോതിൽ സംരക്ഷിക്കുന്നു എന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ നിന്ന് വരുന്നു, KSUവിനുള്ളിൽ നിന്ന് വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം, ഈ തൃശ്ശൂർ പൂരം വിവാദമുണ്ടാകുന്നു. ദത്താത്രേയ ഉൾപ്പെടെയുള്ള RSS നേതാക്കളുമായി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തുന്നു. ഇതെല്ലാം തന്നെ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ട് വന്നത് കോൺഗ്രസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനും ഒക്കെ തന്നെ ഈ RSS താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അജിത് കുമാറിനെ സംരക്ഷിക്കുന്നു എന്ന ഒരു വാദമാണ് ഉയർന്നു വരുന്നത്. ചെന്നിത്തലയെ സംബന്ധിച്ച് നേരത്തെ പിണറായി വിജയൻ്റെ വീടിന് മുന്നിലേക്ക് ED ഉദ്യോഗസ്ഥർ വന്നപ്പോൾ അവിടെ CPM പ്രവർത്തകർ അത് തടയുകയും പിന്നീട് ഈ പ്രതികളായ ആളുകൾക്ക് ജാമ്യം ലഭിക്കുന്ന തലത്തിലേക്ക് പ്രോസിക്യൂട്ടറുടെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു. അതിൽ കേന്ദ്രത്തിന് വലിയ അമർഷമുണ്ടായി. ഇത് ആഭ്യന്തര വകുപ്പിന് ക്ഷീണമാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ അജിത് കുമാറിനെതിരെ കൂടി ആഭ്യന്തര വകുപ്പിന് നടപടിയിലേക്ക് പോയാൽ രമേശ് ചെന്നിത്തലയ്ക്ക് അത് ക്ഷീണമാകും എന്നൊരു വിലയിരുത്തൽ അദ്ദേഹത്തിൻ്റെ ക്യാമ്പിനുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. VD സതീശനാകട്ടെ PM ശ്രീ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അതിശക്തമായ നിലപാടെടുത്ത ആളാണ്. പക്ഷേ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അതെല്ലാം തന്നെ മാറ്റിവെച്ച് ഇനി കരാറുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്ന നിലയ്ക്കൊരു തീരുമാനമെടുക്കുന്നു. BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു, അതിനെ ന്യായീകരിക്കുന്നു, അവർ വന്നു കാണുന്നതിനെ ന്യായീകരിക്കുന്നു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് അനിഷ്ടമുണ്ടാകുന്ന തീരുമാനങ്ങളിലേക്ക് VD സതീശൻ പോകുന്നില്ല എന്ന ഒരാക്ഷേപം മറുവശത്ത് ഉയർന്നു വരുന്നു. ഇങ്ങനെ BJPയുടെയും സംഘപരിവാറിൻ്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ വലിയ മത്സരം നടത്തുന്നു എന്ന ഒരു പ്രതീതിയാണ് ഉയർന്നു വരുന്നത്. അവിടെയാണ് MR അജിത് കുമാറിനെതിരെ ഇനി എന്ത് നടപടി എന്ന ചോദ്യം വരുന്നത്. നേരത്തെ തന്നെ SIT നൽകിയ റിപ്പോർട്ട് DGP വീണ്ടും SITയിലേക്ക് തന്നെ മടക്കിയിരുന്നു. ചില വിശദാംശങ്ങൾ തേടിയാണ് മടക്കിയത്. പക്ഷേ ഇപ്പോൾ ഒരു വകുപ്പ് തല അന്വേഷണത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സസ്പെൻഷൻ നടപടിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ നടപടികൾ വൈകിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയർന്നു വരുന്നത്. ഇപ്പോൾ വീണ്ടും SIT അത് വിശദീകരിച്ചുകൊണ്ട് DGPക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് ഹോം സെക്രട്ടറിക്ക് നൽകണം. ഒരുപക്ഷെ തിങ്കളാഴ്ച തന്നെ ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലേക്ക് ആ റിപ്പോർട്ട് എത്തും. അതിനു മുൻപ് തന്നെ അജിത് കുമാറിൽ നിന്ന് വിശദീകരണം തേടാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ പ്രവർത്തകരെ തല്ലിയപ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞത്, പണ്ട് കോൺഗ്രസ്സുകാർക്ക് തല്ല് കിട്ടിയാൽ, യുവജനങ്ങൾക്ക് തല്ല് കിട്ടിയാൽ അത് മറക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ മറക്കില്ല എന്നതായിരുന്നു. അജിത് കുമാറിനെതിരെ SITയുടെ അന്വേഷണത്തിൽ തന്നെ വലിയ കണ്ടെത്തലുകളുണ്ട്. അത് കൃത്യനിർവഹണത്തിന് വീഴ്ച വരുത്തുന്നതുണ്ട്, ഉദ്യോഗസ്ഥരെ ഭയപ്പെടുത്തി അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിച്ചു, മൊഴി മാറ്റി തുടങ്ങി നിരവധി കാര്യങ്ങളിൽ അജിത് കുമാർ ഇടപെട്ടു എന്ന വിശദാംശങ്ങൾ ഇങ്ങനെ സർക്കാരിന് മുന്നിലേക്ക് വരുമ്പോൾ അന്വേഷണ വിധേയമായെങ്കിലും അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാമായിരുന്നു എന്ന ഒരു അഭിപ്രായമുണ്ട്. അവിടെയാണ് അങ്ങനെ ഒരു നടപടിയിലേക്കും പോകാതെ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നത്. ഇത് സംഘപരിവാർ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ അത്തരമൊരു നടപടിയിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് KSU ഉൾപ്പെടെയുള്ള സംഘടനകൾക്കുള്ളിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്ന വാദം. ശരി വിനോദ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.